പാദരേണു തേടിയണഞ്ഞു ദേവപാദരേണു തേടിയണഞ്ഞു മുരളി വിലോലതയാലോ മുരളി വിലോലതയാലോ നിന്റെ പാദരേണു തേടിയണഞ്ഞു ദേവപാദരേണു തേടിയണഞ്ഞു ആ ആ പാദരേണു തേടിയണഞ്ഞു സൗവർണ സോപാനത്തിൽ എൻ്റെ ഗാനനൃത്താഞ്ജലി എൻ്റെ അശ്രുപുഷ്പങ്ങളാൽ നിറമാല ചാർത്തുന്നു ഞാൻ സൗവർണ സോപാനത്തിൽ എൻ്റെ ഗാനനൃത്താഞ്ജലി എൻ്റെ അശ്രുപുഷ്പങ്ങളാൽ നിറമാല ചാർത്തുന്നു ഞാൻ കരുണാസുധാംശുവല്ലേ സാമഗാന വീജി തഴുകും ദേവപാദരേണു തേടിയണഞ്ഞു കായാമ്പുവർണ്ണ നിന്റെ കാൽത്തളീരിൽ വീഴുന്നു ഞാൻ നിന്നോടലും എന്നാത്മാവും നൃത്തമാടി വീഴുന്നിതാ കായാമ്പുവർണ്ണ നിന്റെ കാൽത്തളീരിൽ വീഴുന്നു ഞാൻ എന്നോടലും എന്നാത്മാവും നൃത്തമാടി വീഴുന്നിതാ തഴുകി തലോടുകില്ലേ പാദതാരിലെന്നെ അണയ്ക്കൂ ദേവപാദരേണു തേടിയണഞ്ഞു മുരളി വിലോലതയാലോ മുരളി വിലോലതയാലോ നിന്റെ പാദരേണു തേടിയണഞ്ഞു ദേവപാദരേണു തേടിയണഞ്ഞു ധനി സദ ധനിത മാധ മരി മരി സരി സനി ധനി സ സരി മ പദനി സരി രി മ പദരി സാനിധ രി സനി സ സനിധനി നിധ മപ രി സനി സ സനിധനി നിധ മപ മപദനി സമാരി സരിനി രി സ പാമ പാദരേണു തേടിയണഞ്ഞു ദേവപാദരേണു തേടിയണഞ്ഞു സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പാടായിരുന്നോ നിനക്ക്? ആണോ? തൊണ്ടടപ്പൊക്കെ ഉണ്ടായിരുന്നല്ല. ആണോ? വയ്യാണ്ടിരിക്കായിരുന്നോ? ഓക്കെ, എന്നാലും എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ശരത് സർ. ഹായ് മക്കളെ. ഹരിച്ചേട്ടാ, ഷാനിക്ക ടോപ്പ് 5-ലൊക്കെ വന്നൂട്ടാ. അബി പഴയ അബിയൊന്നും അല്ല. അബി മാറി. നന്നായി ഒന്ന് വന്നു, എനിക്ക് കണ്ണു വെച്ച് കളയരുത്. അവന്റെ മുഖത്തോട് തുപ്പായിരുന്നു. തുപ്പി. മക്കളെ, എന്താ സാർ? നല്ല പാട്ട്,
അപ്പൊ നന്നായിട്ട് തന്നെ പാടി. പാതരേണു പിന്നെ നിനക്കൊരു സ്വാതന്ത്ര്യക്കുറവ് ഫീൽ ചെയ്ത് മോനെ ഈ പാടുമ്പോ ഇപ്പോ ഈ പാതരേണു തേടി അലഞ്ഞ എന്താ തൊണ്ട അടപ്പുണ്ടായിരുന്നു സാറേ, വയ്യായിരുന്നു. ഇത്ര അസുഖം വെച്ചിട്ടാ കുഞ്ഞിവിടെ നിന്നത്. ഓക്കെ, അതിന്റെ മോനെ അത് മോനെ ഓരോ സംഗതികൾ പാടുന്നതിനും സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ തോന്നി. അതുകൊണ്ടാ പറഞ്ഞു കേട്ടോ. ശരി. നീ ഒരു അസാധ്യ പാട്ടുകാരനല്ലേ. താങ്ക് യു സാർ. നീ നമ്മുടെ ചക്കരയല്ലേ. അപ്പൊ ചക്കര എങ്ങനെ ഇങ്ങനെ തൊണ്ട അടപ്പിച്ചത്? ഐസ്ക്രീം, ഇല്ല ഇല്ല, ഞാൻ കഴിക്കില്ല. തണുത്ത വെള്ളം, ചൂടുവെള്ളം കുടിച്ചിട്ടാ സ്റ്റേജിൽ കയറിയേ. അതായിരിക്കും കുഴപ്പം. വേണ്ട, അധികം ചൂടുവെള്ളം വേണ്ട, അതും വേണ്ട. അത് കുഴപ്പമാവും. ഓ നോർമലായിട്ടുള്ള സാധാരണ മനുഷ്യർ കുടിക്കുന്ന വെള്ളം കുടിക്കും മോനെ. ശരി സാർ. കാര്യം എപ്പോഴൊന്നും നമുക്ക് ഈ ചൂടുവെള്ളം കിട്ടിയെന്ന് വരത്തില്ല. നീ മറ്റേ അല്ലെങ്കിൽ ഭദ്രയെ പോലെ മറ്റേ കൂടും കുടുക്കയായിട്ട് എടുത്തുകൊണ്ട് നടക്കണം. അവൻ അത് കെട്ടിപ്പിടിച്ചാ കിടന്ന് ഉറങ്ങുന്നത് മോനെ. എന്താ സാർ? അതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ നീ സിമ്പിളായിട്ട് പാടേണ്ട പോലെ മുന്നേ ഒന്ന് നമുക്കൊന്ന് കൂളായിട്ട് പാടിയാലോ. ആ ശരി ഇപ്പൊ ഓക്കെ ആണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അത് ട്രൈ ചെയ്തോங்க സാറേ. ഒന്ന് നോക്ക്. പാതരേണു തേടിയണഞ്ഞു ദേവ, പാതരേണു തേടിയണഞ്ഞു മുരളി വിലോലതയാ, മുരളി വിലോലത, മുരളി വിലോലതയാലോ നിന്റെ പാതരേണു തേടിയണഞ്ഞു. പാടിക്കോ. മുരളി വിലോലതയാലോ, മുരളി വിലോലതയാലോ നിന്റെ മോനെ അത് ഈ പാടുമ്പോഴേ ഒരു എന്തോ ഒരു ബ്ലോഗ് വരുന്ന പോലെ അതെന്താണത്? അത് നോക്കാം. എടുക്കാൻ നോക്കി. എന്ത് കൊടുക്കാൻ നോക്കിയാ കുറച്ച് ഫീൽ കൊടുത്തതാ. ഫീൽ കൊടുത്താണ് നീ തുപ്പിയ പോലെ ഇരുന്ന മൈക്കില്. എന്തോന്നറേ ഞാൻ ഫീൽ കൊടുക്കാൻ നോക്കിയതാ സാർ. മോനെ അതുപോലെ ആലാപ്പ് അത് ശരിയാക്കണം. പ്രത്യേകിച്ച് അതിന്റെ എൻഡ് ഒന്ന് പാടാമോ? ആ ആ ഓൾമോസ്റ്റ് പിടിച്ചോ. അത് പിടിച്ച് തൂക്കിക്കിടന്നോ. അതുപോലെ മോനെ സൗവർണ സോപാനത്തിൽ, സൗവർണ സോപാനത്തിൽ, സൗവർണ സോപാനത്തിൽ എന്റെ ഗാന നൃത്താഞ്ജലി, എന്റെ അശ്രു പുഷ്പങ്ങളാൽ നിറമാല ചാർത്തുന്നു ഞാൻ. ഓക്കെ. അതുപോലെ ഈ തഴുകി തലോടുകില്ലേ, തഴുകി തലോടുകില്ലേ, തഴുകി തലോടുകില്ലേ. എന്റെ അമ്മോ, ഇത്ര നേരം തഴുകാനോ? കൈ കഴക്കിയോടാ മക്കളെ. അതുപോലെ പാദതാരിലെന്നെ അത് പാടിയല്ലേ മക? സ്വരം ഒന്ന് പാടാമോ? ധനി സദ ധനി സദനി ദമാദ മരി മരി സരി സനി ധനി സ സരി മ പദനി സരി റിമ പദരി സ റിമ പദനി സരി ധ. ഇതാണ് മോനെ തെറ്റിപ്പോയത്. അതെങ്ങനെയാടാ തിരിച്ച് ഉൾട്ടായിട്ട് പാടുന്നത്? നിസാരി എന്നുള്ളതിന് പേര് റിസാനി എങ്ങനെ പാടുന്നത്? ആ സ്ഥാനത്തില് ഫീല് കൊടുത്തത്. അങ്ങനെ ഫീൽ കൊടുക്കുമ്പോ ഒറ്റ അടി വെച്ചിരുന്നത് നീ എമയാ കുത്തിനെ കുളവാക്കുന്ന തോന്നുന്നു പാറും. അതെങ്ങനെ നിസാരി എന്നുള്ള സ്ഥലത്ത് എങ്ങനെയാണ് റിസാനി എന്ന് പാടുന്നത്? നമ്മളൊരു അസെൻഡിങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് അവരോഹണം വരുന്നത്? റിമപദ നിസാരി റിമപദ റിമപദ നിസാരി. അത് കൃത്യമായിട്ടൊന്ന് പാടിക്കേ. അങ്ങനെ തെറ്റ് പാടരുത് മോനെ, അതുകൊണ്ടാ. സരി മപദനി സരി റിമപദനി സാരിധ. മതി മതി മോനെ, എനിക്ക് തൃപ്തിയായി. ബാക്കിയൊക്കെ നല്ലതായിരുന്നു മോന്. വയ്യാത്തതുകൊണ്ടാണ്, അല്ലെ നീ ഇത് കുറേയും കൂടെ നല്ല എന്താ പറയുക സൂപ്പർ വാക്കിയനെ. ഇപ്പം തന്നെ മോൻ നന്നായിട്ട് തന്നെ പാടിയത്. മക്കളെ അസുഖമൊക്കെ മാറ്റ്. എങ്ങനെ ഇത് വന്നത്? ഇത് അറിയില്ല, മഴയൊക്കെ ആയല്ലേ സാറേ. അവിടെ പോയി നനഞ്ഞോ? ഇല്ല, പിന്നെ അവൻ കണ്ടോണ്ട് നിന്നു.
ഇല്ല സാർ ഞാൻ മഴയൊക്കെ ആവുമ്പോ അസുഖങ്ങളൊക്കെ വരാലോ. അത് വരാ പാറു. അയ്യോ നീ ഇല്ലെങ്കിൽ ഈ ഷോ എങ്ങനെ മുമ്പോട്ട് പോകും? അതാ ഞാനതാ ആലോചിച്ചത്. എനിക്കിപ്പോ അതിനൊരു ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അതാ ഞാൻ ചോദിച്ചോണ്ടിരുന്നത്. ഇപ്പൊ കിട്ടിയോ? ഇപ്പൊ കിട്ടി. മഴയാവുമ്പോ പല അസുഖങ്ങളും വരും. ശരിയാണ്, അതെ ശരിയാണ് മോനെ. താങ്ക് യു പാറു. താങ്ക് യു മോനെ. താങ്ക് യു സാർ. താങ്ക് യു ഹരി. താങ്ക് യു ഷാന. ഷാനിക്ക, എടാ അബി, ഇവര് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായില്ലല്ലോ, നിനക്ക് ഒന്നും ഇല്ല അവരോട് ചോദിക്കാൻ? ചോദിക്കേ. സാറേ സുഖാണോ? അതാടാ നല്ല സുഖം. കുഴപ്പമില്ല മോനെ. വേറെ സാറിനെ കൊറേ മിസ് ചെയ്തു. നിന്റെ മുഖത്തത് കാണുന്നുണ്ട്. ഭയങ്കരമായി ഫേക്ക് ആയിട്ട് സാറല്ല അടുത്ത നല്ല മിസ് ചെയ്തു. ആണല്ലോ. എന്തൊക്കെ കാരണങ്ങളാലാണ് മോൻ എന്നെ മിസ് ചെയ്തത്? സാറിന്റെ ജഡ്ജിമെന്റ്, പിന്നെ സാറിന്റെ ശരിക്കും സാറിന്റെ ജഡ്ജ്മെന്റ് മിസ് ചെയ്തു. ഒരു വഴിയില്ലല്ലോ. വഴിയില്ലല്ലോ. പിന്നെ എന്താ മോനെ മിസ് ചെയ്തു? സാറിന്റെ പാട്ടുകള് ഓ ഒക്കെ മിസ് ചെയ്തു ഞാൻ. യൂട്യൂബിലുണ്ടല്ലോ. അവനൊന്നും പറയട്ടെ. പിന്നെ പിന്നെ ഇതൊക്കെ തന്നെ. ഷാനിക്കയുടെയോ? ഷാനിക്കയുടെ ഷാൻ സാറ് തന്നെ. സാറിന്റെ ജഡ്ജിമെന്റ്, പാട്ടുകളൊക്കെ മിസ് ചെയ്യാറുണ്ട് സാറിന്റെ. ഹരിച്ചേട്ടന്റെ ചീത്തവിളി നീ മിസ് ചെയ്യുന്നില്ല? പിന്നെ ഞാൻ എന്തത് ക്രൂരനാ. എന്തായാലും നന്നായിട്ട് പാടി, എനിക്കിഷ്ടായി. താങ്ക് യു സാർ. ഷാനിക്ക, ബാക്കി ഷാനിക്ക. അഭിനവേ, എന്താ സാർ? പാദരേണു തേടി അണഞ്ഞു, ദേവപാദരേണു തേടി അണഞ്ഞു. അത് ഒരുവിധം എല്ലാ സ്ഥലത്തും പോയി. ഓ ഹാപ്പി. അവന് സന്തോഷായി. അതെ. പിന്നെ ഇത് ചരത്തേട്ടൻ പറഞ്ഞത് തന്നെ തഴുകി തലോടുകില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ദേവപാത അതാണ് എല്ലാത്തിൻ്റെയും താഴെ ഒന്ന് അടിവര ഇട്ട് വെച്ചത്. പക്ഷെ പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ വൈകായികയാണെങ്കിൽ നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അഭിനവ് ആണ് ആക്ച്വലി നമ്മുടെ ഈ കോൺടെസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സീസണിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ച ഒരാളാണ് അഭിനവ്. അപ്പം ഇപ്പൊ ഈ കഴിഞ്ഞ പെർഫോമൻസ് ഒക്കെ അഭിനവ് എങ്ങനെയാണ് പാടിയതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നാച്ചുറലി ഈ പറയുന്ന പോലെ ഈ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിൻ ഉണ്ടെങ്കിൽ എന്തായാലും 100% കൊടുക്കാൻ പറ്റില്ല ഒരു പാട്ടിന്. അതുകൊണ്ട് മാക്സിമം നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് മാക്സിമം കെയർ ചെയ്യുക, മനസ്സിലാക്കുക. നമ്മളിനി പ്രോപ്പർലി നമ്മളിത് കെയർ ചെയ്തേ പറ്റൂ. കാരണം നമുക്കിനി അധികം ദിവസങ്ങളില്ല. ഓൾമോസ്റ്റ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ 100% കൊടുക്കാൻ പാകത്തിന് നിങ്ങളെ തന്നെ ഒന്ന് കണ്ടീഷൻ ചെയ്ത് വെക്കണം. ശരി സാർ. ഓക്കെ, അത്രേ ഉള്ളൂടാ, അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു സാർ. ഞാൻ ഈ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾ ദ ബെസ്റ്റാ. താങ്ക് യു സാർ. ഷാനിക്ക. ഹരിച്ചേട്ടാ, അഭിനവേ, എന്താ സാർ? എല്ലാം പറഞ്ഞു ശരത്തേട്ടനും ഷാനിക്കയും. ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമായി. ഞാൻ ആക്ച്വലി ഈ പാട്ട് അധികം അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരാളാണ്. എവിടേക്കോ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് മോൻ ഇത് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിനും താങ്ക്സ്. നല്ലൊരു പാട്ട്, കുറെ പ്ലാൻസ് ഉള്ളൊരു പാട്ടാ. ഇതിൽ എവിടെ ശ്വാസം എടുക്കാൻ പറ്റുന്നു? അയ്യോ, ഞാനതാ ആലോചിച്ചത്. ഇതിങ്ങനെ ഒരു പോക്ക. പിന്നെ കുറെ മറ്റേ ചെറിയ ചെറിയ ദാസാറിന്റെ സംഗതികൾ, അതൊക്കെ ഒരു ഭയങ്കര രസം. അത് കേൾക്കാൻ തന്നെ എന്തോ ക്യൂട്ടായിട്ടോ സാർ. അത് സംഗതിയായിട്ട് ഫീൽ ചെയ്യില്ല നമുക്ക്. ആ പാട്ടിന്റെ ഒരു പോക്കിൽ അങ്ങനെ പോകും. അപ്പൊ മോൻ അതൊക്കെയാണ് ഇനി. പക്ഷെ കുറെ ഒക്കെ നന്നായിട്ട് പാടി കേട്ടോ. കുറെ ഏരിയാസില് താങ്ക് യു സാർ. ചെറിയ ചെറിയ മൈന്യൂട്ട് സംഗതീസ് ഒക്കെ നല്ല രസമായിരുന്നു. താങ്ക് യു സാർ. സ്വരമാണ് മോനെ, എന്റെ പൊന്നു മോനെ, എങ്കയോ പോയിട്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ബൈ ഡിഫോൾട്ട് അത് വരില്ലേ, എന്താ പറയാ, ആരോഹണമാണ്, അസെൻഡിങ് ആണത്, ധനിസാരി, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അപ്പൊ പെട്ടെന്നൊരു മുള്ളു കൊണ്ടുപോലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സ്റ്റക്കായി. ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇതൊരു അഭിനവിന്റെ സേഫ് സോൺ പാട്ടും കൂടിയാണ്. അഭിനവിന്റെ ഒരു കൈൻഡ് ഓഫ് റൗണ്ട് ആണ്. എന്തായാലും മോനെ നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ചേട്ടാ, എങ്ങനെ ഉണ്ടായി അബിയുടെ പാട്ട്? നല്ല ഇഷ്ടായി. ഞാൻ ഈ ഫ്ലോർ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. മറന്ന പാട്ടായിരുന്നു, അറിയാം, പക്ഷെ പിന്നെ ഇതിന്റെ എക്സിസ്റ്റൻസ് തന്നെ മറന്ന പോലെ ഉണ്ടായി. അപ്പൊ ഞാൻ എന്നിട്ട് കുറെ സമയം ഇത് സിനിമ ചെയ്തെന്ന് കിട്ടാതെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം എവിടേക്കോ കേട്ടിട്ടുണ്ട്. അതെ, അദ്ദേഹം പറയുമ്പോഴാണ് മനസ്സിലായി, ഓർമ്മ വന്നത്. ഏത് പാട്ടാണിത്, ബാക്കി പാട്ടിൽ എന്തായാലും മോനെ അത് നന്നായി. നല്ലൊരു പാട്ട് കൊണ്ടുവന്നു, ഗംഭീരായിട്ടുണ്ട്.
ഓക്കെ ആദ്യമായിട്ട് പാട്ട് പാടൂ? കേൾക്കും, പാടില്ലേ? ഒരുപാട് പാട്ട് കേൾക്കും. പാടില്ലേ? പാടില്ല. ഇല്ല അല്ല, പാടില്ല. പാടില്ല. പാടാറുണ്ട്, ഉണ്ടായിരുന്നു. ഓക്കെ, രണ്ടുപേരും പാടുന്നോ? ഇത്ര നിർബന്ധിച്ച പോരാ. എന്നാ ശരി, നിർബന്ധിച്ചിരിക്കുന്നു. അല്ല, ചേട്ടാ, ഇപ്പഴോ? ആദ്യം ഇനി പാടും. പഠിക്കാൻ പോണോ? എന്ത് ഒരു ബിൽഡപ്പ് ഒന്നും തരാതെ പെട്ടെന്ന്. അല്ല അതെ, അല്ല, മലയാളികൾ കാത്തിരിക്കുന്ന അതെ, ആ ആ നിമിഷം. നിമിഷം. ഒരു സെക്കൻഡ്, ഞാൻ അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് വന്നോട്ടാ. ഇതൊക്കെ ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. ശരത് സാർ എനിക്കൊരു 2-4 പേര് പാടിത്തരുമോ? ഉറപ്പായിട്ടും. പിന്നെ ഏത് പാട്ട് എനിക്ക് കൂടെ അറിയാതെ പാട്ടായിരിക്കണം. അല്ല, അറിയുന്ന പാട്ട് തന്നെയാണ്. ആകാശദീപമെന്നുണരുമിടമായോ. ആഹാ, അല്ല, ആദ്യം അത് ബ്യൂട്ടിഫുൾ ആയിട്ടാ പാടുന്നത്. ആദ്യം പാടിയാ മതി. അല്ല, അത് ഞാൻ പറഞ്ഞ അത് അങ്ങ് പാടിത്തരോ പ്ലീസ്? ഞാൻ പണ്ടേ വിചാരിച്ചത് എപ്പോഴെങ്കിലും കാണുമ്പോ പാടിക്കണം. ആദി, ഓ, ഞാൻ ഈ പാട്ട് ആദ്യം ചെയ്തപ്പോ കൈതപ്ര അണ്ണാച്ചി എഴുതിയ വരികളുണ്ട്, അത് പാടിത്തരാം. വാസന്തരാത്രി മണ്ഡപങ്ങൾ നിറമാടി, സമ്മോഹനങ്ങളാർന്നു ദേവരതി ഭാവം. വാസന്തരാത്രി മണ്ഡപങ്ങൾ നിറമാടി, സമ്മോഹനങ്ങളാർന്നു ദേവരതി ഭാവം. അടുത്ത അറിഞ്ഞൂടാ. ഇന്ദ്രനീലമണിയും താനേ നീലന, മഞ്ഞു തുള്ളിയുറയും മൗനമോരാഗമായി, നാമുണരുമ്പോൾ രാവലിയുമ്പോൾ ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ഇതാദിക്ക് വേണ്ടി സൂപ്പർ, വരിയൊക്കെ മറന്നു. താങ്ക് യു ശരത് സർ. താങ്ക് യു. ആദിച്ചേട്ടാ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി, ഭയങ്കര ഓക്കെ, അപ്പൊ ആദിച്ചേട്ടന് വേണ്ടി ശരത് സാർ പാട്ട് പാടുത്തോ. ഇനി ശരത് സാറിന് വേണ്ടി ആദിച്ചേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു പാട്ട്, അല്ല പിന്നെ വേറെന്ത് ചെയ്യാൻ. താളമയഞ്ഞു ഗാനമപൂർണം, തരളലയം താഴും രാഗധാര, മന്ദം മായും നോപുരനാദം, മാനസമോഹനശായമാനം. താളമയഞ്ഞു ഗാനമപൂർണം, തരളലയം താഴും രാഗധാര, മന്ദം മായും നോപുരനാദം, മാനസമോഹനശാമായമാനം. അല്ല പാറു, ഇത് നന്നായി. അല്ല ഇപ്പൊ നമ്മുടെ ഇംപ്രവൈസിംഗ് റൗണ്ട് നടന്നോണ്ടിരിക്കല്ലേ. ആദിയുടെ വക 2 സംഗതി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. സൂപ്പർ ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോറിടാ, ഇതേതാന്ന്. ഓക്കെ, മാർക്ക് വെക്കാം. ഷാനിക്ക 8.2. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ മക്കളെ തീത്തരര അതാണ് കേട്ടോ, തീത്തേ തീത്തേ അതാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു തലയില്. ആ ഡേറ്റ എന്റെയും തല നീ പാടി പോയതാ, അത് മനസ്സിലാക്കിയോ? ശരി സാർ. ഓർമ്മയുണ്ടോ? ഓ, ഒന്ന് പാടിയേ. ആ ആ ആ അത് കൃത്യമാണ്. അത് തന്നെ താഴെ. അത്രേ ഉള്ളൂ. ഓ, ഇതൊരു ആശ്വാസമായി. ഓ, സമാധാനം. 8.3. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ ഓക്കെ ഓക്കെ അബി. സോ ടോട്ടൽ 16.5. അപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ത്രോട്ടൊക്കെ ശരിയാവട്ടെ. അടുത്ത റൗണ്ട്സ് നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.